കാണും പെട്ടെന്ന് പോ എനിക്ക് കേക്ക് ഉണ്ടാക്കണ കാണും ഹായ് ഫ്രണ്ട്സ്, ഒരു ദിവസം വൈകിട്ട് ഞാൻ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ എടുത്ത് കണ്ടതാണ്. അത് അവനും കൂടെ വന്നിരുന്ന് കണ്ടു. അവന് കണ്ടിട്ട് കേക്ക് കഴിക്കാൻ കൊതിയായി കേട്ടോ. അങ്ങനെ ഞാൻ സ്ഥിരം കേക്ക് ഓർഡർ ചെയ്യുന്ന ചേച്ചിയെ തന്നെ വിളിച്ചു. ചേച്ചി ഏതെങ്കിലും കേക്ക് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഓൾറെഡി ചെയ്ത് വെച്ചാൽ കുറച്ച് ബേസ് ഇരിപ്പുണ്ട്, ബ്ലാക്കും ഉണ്ടെന്ന് പറഞ്ഞു. അവന് ബ്ലാക്കാണ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടിരുന്നത്. അപ്പോൾ അവനോട് സാധാരണ കേക്ക് വേണോ ഡ്രീം കേക്ക് വേണമെന്ന് ഇങ്ങനെ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവന് ഡ്രീം കേക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ രാത്രി 8 മണി കഴിഞ്ഞു കേട്ടോ പോയി വാങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും. അങ്ങനെ ചേച്ചി ചെയ്ത് തന്നു. പോയി വാങ്ങിയിട്ട് ദേ കൊണ്ട് കയറുന്ന സന്തോഷമാണ് നിങ്ങളീ കാണുന്നത്. അവന് കഴിച്ചോളാൻ വയ്യായിരുന്നു കേട്ടോ. പാരദീസ് കേക്ക് വേൾഡ് എന്നാണ് പേര്. ഞാൻ അവിടെ നിന്നാണ് വാങ്ങുന്നത്. പരശ്ശിക്കലിൽ ആലമ്പാറയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പോൾ ഞാൻ നമ്പറും പേരൊക്കെ ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്യാം. ഞാൻ സ്ഥിരം അവിടെ തന്നെ ഓർഡർ ചെയ്യുന്നത്. എൻ്റെ മമ്മി ബേക്ക് ചെയ്യും, പക്ഷെ എന്നാലും ഒരു കേക്കിനൊക്കെ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കേക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഞാൻ ചേച്ചിയുടെ തന്നെയാണ് വാങ്ങുന്നത്. ഇതുവരെ വാങ്ങിയിട്ടുള്ള കേക്ക്സ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി, ഇഷ്ടം തന്നെയാണ്. എല്ലാം കുറേ ഫ്ലേവേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല കേക്ക് തന്നെയായിരുന്നു, എനിക്കിഷ്ടമാണ് കേട്ടോ. അതുപോലെ ഡ്രീം കേക്ക് ഇപ്പോൾ ഇത് 3-ാമത്തെ 4-ാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വാങ്ങുന്നത്. പല ടൈപ്പ് ഡ്രീം കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പം വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇതേ മോനിതേ കേക്ക് കഴിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി. അവൻ ഒറ്റ ഇരിപ്പിൽ നിന്നൊരു പകുതിക്ക് മേളിൽ കേക്ക് കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നെന്ന് തോന്നുന്നു അവൻ ആ സമയത്ത്. അത്രയ്ക്ക് അവൻ കേക്കിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പകുതിക്ക് മേളിൽ അന്ന് കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയതും ബാക്കിയും തീർത്തു കേട്ടോ. പിന്നെ കുറച്ച് ഞാനും അച്ഛനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയിൽ കേക്ക് സൂപ്പറാന്നൊക്കെ ഉള്ളതിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അവന് റിവ്യൂ പറയാൻ പോലും സമയമില്ല, അമ്മാതിരി ആക്രാന്തമായിരുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറയാറുള്ളൂ. കേക്കിനോട് അങ്ങനെ എപ്പോഴും പറയാറൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാനങ്ങ് വാങ്ങിക്കൊടുത്തു. കടയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു ധൈര്യം എനിക്കില്ല കേട്ടോ. കടയിലുള്ള കേക്കൊന്നും എനിക്ക് അത്ര വിശ്വാസം ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹോം ബേക്കിംഗ് തന്നെയാണ് പ്രിഫർ ചെയ്യാറ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ കേക്ക് ഉണ്ടാക്കി കഴിച്ച് ശീലിച്ചതിന് ശേഷം കടയിൽ കേക്കിന് ടേസ്റ്റ് പോരാന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. എപ്പോഴും വീട്ടിൽ തന്നെ ഒന്നുകിൽ വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഹോം ബേക്കിംഗ് ചെയ്യുന്നിടത്തുനിന്ന് പോയി വാങ്ങും. അങ്ങനെ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കേക്കിൻ്റെ പിക്സ് ഇട്ടിരുന്നു. അതെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇനിയും ഏതൊക്കെയുണ്ട് അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇത് ഞാനിപ്പോൾ FBയിലൊക്കെ തപ്പിയിട്ട് എടുത്തതാണ്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് അവനും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ.